ദുബായ് പോലൊരു സിറ്റിയിൽ സ്വന്തമായിട്ട് വീട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറി വീണ്ടും റെന്റിൽ തന്നെ ആൾക്കാർ താമസിക്കുന്ന മെയിൻ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒറ്റയടിക്ക് ഒരു ഫണ്ട് ഇപ്പോൾ എടുക്കാനില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഷാർജയിലോ അജ്മാനിലോ ഏതെങ്കിലും പ്രൈവറ്റ് ഡെവലപ്പറുടെ കാര്യമല്ല, ദുബായിലുള്ള ഒരു കമ്മ്യൂണിറ്റി ലൈഫ് സ്റ്റൈലിൽ വരാൻ പോകുന്ന ഒരു സെമി ഗവൺമെന്റ് ഡെവലപ്പർ നമുക്ക് തരുന്ന പേയ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കണക്ട് ആവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു 1 മില്യൻ്റെ ഒരു 1 ബെഡ്റൂം നമ്മൾ എടുത്തെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടി വരിക? 10%, അതായത് ഏകദേശം 1 ലക്ഷം ദിർഹംസ്. ഇനി ഈ 4% രജിസ്ട്രേഷൻ ചാർജ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ദുബൈയിൽ ഏത് പ്രോപ്പർട്ടി മേടിച്ചാലും ഉള്ളതാണ്. നമുക്ക് ഉക്കൂ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് 5,000, വിച്ച് മീൻസ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടി വരിക 1,45,000 ദിർഹംസ്. അത് കഴിഞ്ഞ് നമുക്ക് ഡൗൺ പേയ്മെന്റ് അടുത്തത് കംപ്ലീറ്റ് ചെയ്യാം, അടുത്ത 10% കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 3 മാസം സമയം കിട്ടുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് ഓരോ 6 മാസം കൂടുമ്പോഴേ നമ്മൾ 5% വെച്ചാണ് അടച്ചു പോവുക. അങ്ങനെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ 45% കംപ്ലീറ്റ് ആയിട്ട് ബാക്കി 55 ഓൺ ഹാൻഡ് ഓവറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് നമുക്ക് മോർഗേജിന് പോകാൻ ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് മൊത്തം ഫണ്ട് ഉണ്ടെങ്കിൽ അന്നും അടച്ചു തീർക്കാം, അല്ലെങ്കിൽ നമുക്ക് മോർഗേജിന് പോകാം. സോ ഇതേപോലെ ഒരു സെമി ഗവൺമെന്റ് ഡെവലപ്പറുടെ ഒരു ഇതേപോലെ ഒരു അടിപൊളി ഓപ്ഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ദുബൈയിൽ ഒരു 1 ബെഡ്റൂം മേടിച്ചുകൂടാ? ഇത്രയും എളുപ്പത്തിൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ. സോ എന്താണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ, എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ, എന്താണ് ഈ പ്രൊജക്ടിന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്തോ. നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഇതിനകത്തൊരു യൂണിറ്റ് വേണോ വേണ്ടയോ എന്നുള്ളത്.